വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ കുറേശ്ശെ അപവാദം പോലെ സത്യഭാമയാണെങ്കിൽ ശിവനോട് പറയുന്നുണ്ട്, ഒരമ്മയും മകനെ ഒരു മകനെ ഇത്രയും സ്നേഹിച്ച് കാണില്ല, എൻ്റെ വിഷ്ണുവിനെ പോലെയല്ലേ നിന്നെയും കണ്ടത്, എന്നിട്ട് ഒരു അനാഥ പ്രേതം പോലെ എൻ്റെ മകനെ അവസാനം ഒന്ന് കാണാൻ പോലും സാധിക്കാതെ നീയും അവളും കൂടി എവിടെയോ കൊണ്ടുപോയി മറവ് ചെയ്തില്ലേ, എൻ്റെ കൊച്ചിൻ്റെ കർമ്മങ്ങൾ പോലും എനിക്ക് ചെയ്യാനായിട്ട് സാധിച്ചില്ല, അതുകൊണ്ട് പിന്നെയും നീ ഇവിടെ നിൽക്കരുത്, പൊയ്ക്കോണം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അത് സത്യാമ്മ എന്നൊക്കെ ശിവൻ പറയാൻ വരുന്നുണ്ട്, പക്ഷെ മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞിട്ട് ഭാമ തടയുകയാണ്. ഈ സമയത്ത് ഇറങ്ങിപ്പോവാനാണ് പറഞ്ഞ് നിന്നെ ഇവിടെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ശിവൻ അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ രാഘവൻ നായർ അകത്തുനിന്ന് വിഷ്ണു എന്ന് വിളിച്ചുകൊണ്ട് വരികയാണ്. അന്നേരം ഭാമ രാഘവൻ നായർ ദേഷ്യപ്പെടുകയാണ്, രാഘവേട്ട ഇങ്ങോട്ട് വരരുത്, ഇങ്ങോട്ട് വന്നാലുണ്ടെങ്കിൽ ഞാൻ അകത്ത് കൊണ്ടുപോയി പൂട്ടിയിടും എന്ന് പറയുമ്പോൾ എന്തോ ഭാമയെന്നിങ്ങനെ രാഘവൻ നായർ ചോദിക്കുകയാണ്. പെട്ടെന്ന് സത്യഭാമയാണെങ്കിൽ വെളിയിൽ നിന്നും വാതിലിങ്ങനെ അടയ്ക്കുകയാണ് ചെയ്യുന്നത്. രാഘവൻ നായർ ഹാളിലാണ് നിൽക്കുന്നത്, എന്നിട്ട് അടച്ച് വെളിയിൽ നിന്ന് അങ്ങ് ലോക്ക് ചെയ്യുകയാണ്. എന്നിട്ട് എന്ത് ഭാമയെ തുറക്കുക എന്നൊക്കെ പറയുമ്പോൾ രാഘവേട്ടൻ എത്ര ബഹളം ഉണ്ടാക്കിയാലും ഞാൻ തുറക്കില്ല എന്ന് പറഞ്ഞിട്ട് ശിവനോട് പറയുന്നുണ്ട്, ഇറങ്ങിപ്പോടാ ഇവിടെ നിന്ന്, എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടാ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അത് ഒരു തികച്ചും ഒരു അപരിചിതനെ പോലെ അങ്ങനെ അത്രയും നാൾ സ്നേഹിച്ച ഒരു വിഷ്ണു എന്നുള്ള സ്ഥാനമൊക്കെ കളഞ്ഞുകൊണ്ട് തന്നെയാണ് സത്യഭാമ പറയുന്നത്. അന്നേരം ശിവന് ഒരുപാട് വിഷമം തോന്നുന്നുണ്ട്. ശിവൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങിയതിന് ശേഷവും രാഘവൻ നായർ അകത്ത് നിന്ന് വിളിക്കുന്നുണ്ട്, ഭാമയെ തുറക്കുന്നൊക്കെ. അന്നേരം ഞാൻ തുറക്കില്ല എന്ന് പറഞ്ഞിട്ട് ഭാമയാണെങ്കിൽ ആ വാതിൽ നിന്ന് ചാരി എന്നും കുട്ടി കരയുകയാണ്. ശബ്ദം വെളിയിൽ രാഘവൻ നായർ കേൾക്കാതിരിക്കാൻ വേണ്ടി സാരി തുമ്പുകൊണ്ടിനെ വാ മറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. പൊന്നി സങ്കടത്തോടെ നോക്കി നിൽക്കുന്നേ ഉള്ളൂ. ശിവനാണെങ്കിൽ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ആ ജീപ്പ് വിഷ്ണുവിൻ്റെ ജീപ്പിൽ ഇങ്ങനെ കൈ വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഭാമ ഒന്നുകൂടി നോക്കിയിട്ട് അവിടെ നിന്ന് പതിയെ നടന്ന് സങ്കടത്തോടെ പോവുകയാണ് ചെയ്യുന്നത്. ഭാമ വിഷമിച്ച് നിൽക്കുന്നു. രാഘവൻ നായർ അകത്തും വിഷമിച്ച് നിൽക്കുകയാണ്. അതേസമയം പ്രകാശനാണെങ്കിൽ ആ ഒരു ചന്ദ്രയുടെ ആ ഒരു ഡ്രസ്സ് അന്വേഷിച്ച് ആ ഒരു കടയിലേക്ക് ഇങ്ങനെ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മഹേന്ദ്രൻ്റെ ആ ഒരു വാടക കൊലയാളി ആ ഒരു ഗുണ്ടയാണെങ്കിൽ ഇങ്ങനെ പ്രകാശിനെ പുറകെ ഇങ്ങനെ കാറിൽ പോവുകയാണ്. തുടർന്ന് പ്രകാശൻ കുറച്ച് ദൂരം മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഒരു ജംഗ്ഷൻ കാണുന്നുണ്ട്. ആ ജംഗ്ഷനടുത്ത് ബസ് സ്റ്റോപ്പിൽ പ്രകാശിൻ്റെ 2 ലേഡി ഫ്രണ്ടാണ്, ഒരു ഫ്രണ്ട് ഹായ് പ്രകാശ് എന്ന് കൈ കാണിക്കുകയാണ്. അന്നേരം പ്രകാശ് പെട്ടെന്ന് അപ്പുറം സൈഡിൽ വണ്ടി നിർത്തിയിട്ട് ഹായ് എന്ന് പറഞ്ഞിട്ട് ഈ പെൺകുട്ടിയുടെ അടുത്തേക്ക് ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് വരുന്ന ആ ഒരു ടൈമിലാണ് ഈ ബൈക്കിൽ നിന്ന് കാർ വരുന്നത്. എന്നിട്ട് കാർ ഇങ്ങനെ പ്രകാശിനെ ഇടിക്കുകയാണ് ചെയ്യുന്നത്. ഇടിയുടെ ആഘാതത്തിൽ പ്രകാശൻ റോഡിലേക്ക് തെറിച്ച് വീഴുകയാണ് ചെയ്യുന്നത്. അന്നേരം ആളുകളെല്ലാം കൂടി ഓടിക്കൂടുന്നുണ്ട്. ആ പെൺകുട്ടിയും ഓടിക്കൂടുകയാണ് പ്രകാശ് എന്ന് വിളിച്ചുകൊണ്ട്. തുടർന്ന് ഇയാളാണെങ്കിൽ വണ്ടി എടുത്തങ്ങ് പോകുന്നുണ്ട്. അതേസമയം ശിവനാണെങ്കിൽ സത്യഭാമയുടെ വീട്ടിൽ നിന്ന് നടന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ജംഗ്ഷൻ അടുത്ത് എത്താറായിട്ടുണ്ട്. തുടർന്ന് പ്രകാശ് എന്ന് പറഞ്ഞ് ഈ കുട്ടിയും ബാക്കി എല്ലാവരും ചേർന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ പ്രകാശിന് ആ ടൈമിൽ തന്നെ ബോധം പോകുന്നുണ്ട്. അന്നേരം ആംബുലൻസ് വിളിക്കുന്ന ഒരാൾ പറയുമ്പോൾ പെട്ടെന്ന് ആംബുലൻസ് വിളിക്കുന്നുണ്ട്. ആംബുലൻസ് വരുന്നുണ്ട്. ആംബുലൻസിലേക്ക് പ്രകാശിനെ സ്ട്രെച്ചറിൽ അങ്ങോട്ട് എടുത്ത് കയറ്റുന്നുണ്ട്. അന്നേരം ശിവൻ ഇത് കണ്ടുകൊണ്ട് ആ ജംഗ്ഷനിലേക്ക് ഇങ്ങനെ വരികയാണ്. ശിവൻ ഓടി എന്താണ് സംഭവം എന്നറിയാനായിട്ട് ആ ഒരു ആക്സിഡൻറ്റ് കണ്ടുകൊണ്ട് വേറെ ആരാണെന്നൊന്നും അറിയില്ല എങ്കിലും അകത്തേക്ക് ഓടി ചെല്ലുകയാണ്. അന്നേരം പ്രകാശിനെ അതിലേക്ക് കയറ്റുന്നുണ്ട്. ഈ പെൺകുട്ടി പ്രകാശിനെ ഫ്രണ്ടും കൂടി അകത്തേക്ക് കയറിയ വാതിലും ക്ലോസ് ചെയ്യുന്നുണ്ട്. വണ്ടി എടുത്ത് പോവുകയാണ്. അവിടെ നിന്ന് ഒരാളിനോട് ശിവൻ തിരക്കുന്നുണ്ട്, എന്താ അന്നേരം ഒരു ആക്സിഡൻ്റ് ആണെന്ന് പറയുമ്പോൾ കാര്യമായിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നിങ്ങനെ ശിവൻ ചോദിക്കുകയാണ്. അന്നേരം ഒന്നും പറയാൻ പറ്റില്ല, ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ട്, ഞാൻ പോട്ടെ എന്നും പറഞ്ഞ് അയാളങ്ങ് പോവുകയാണ്. അന്നേരം ആ റോഡിലൊക്കെ നിറച്ച് രക്തം ഇങ്ങനെ കിടക്കുന്നുണ്ട്. അന്നേരം ശിവൻ എന്തോ പോലെ ഒരു വിഷമം പോലെ അങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ പപ്പിയാണെങ്കിൽ അവിടെ സത്യയാണെങ്കിൽ റാണിയുടെ ഫോണിൽ നിന്ന് വിളിക്കുന്നുണ്ട്, അങ്കിളെ ഞങ്ങൾ ഒരുങ്ങി റെഡിയായിട്ട് നിൽക്കുകയാണ് പോകാൻ. അന്നേരം ഞാൻ എന്താ വരുന്നു എന്ന് പറഞ്ഞ് ശിവൻ ഫോൺ വയ്ക്കുകയാണ്. ഇതേസമയം അവിടെ ചന്ദ്രയാണെങ്കിൽ അവിടെ ആ ഒരു റെസ്റ്റോറൻറ്റിൽ ആ ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ കുറേ ഇരിക്കുമ്പോൾ പ്രകാശിനെ കാണുന്നില്ലല്ലോ. അങ്ങനെ ഫോൺ വിളിച്ച് നോക്കാമെന്ന് കരുതി ചന്ദ്ര ഫോൺ വിളിക്കുമ്പോൾ ആ ടേബിളിൻ്റെ അവിടെ തന്നെ പ്രകാശിൻ്റെ ഫോൺ ഉണ്ടായിരുന്നു, കൊണ്ടുപോയിട്ടില്ല. അന്നേരം ഇത് നല്ല കഥയെ ഫോണും കൊണ്ടുപോയില്ലല്ലോ, ഇത് എവിടെ പോയതാണെന്ന് പറഞ്ഞ് വിഷമിച്ച് ചന്ദ്ര അവിടെ ഇരിക്കുന്നുണ്ട്. അതേസമയം ആംബുലൻസിൽ പ്രകാശിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സീൻ കാണിക്കുന്നുണ്ട്. ഈ കുട്ടിയാണെങ്കിൽ പ്രകാശിനെ വിളിക്കുന്നുണ്ട്. പക്ഷേ മൊത്ത രക്തത്തിലായിട്ട് ഇങ്ങനെ പ്രകാശ് ബോധമില്ലാതെ കിടക്കുകയാണ്. അതേസമയം ശാലിനിയാണെങ്കിൽ നേരെ കളക്ട്രേറ്റിലേക്ക് എത്തുന്നുണ്ട്. അനുപല്ലവിയോട് ഇറങ്ങി ചെല്ലുകയാണ്. അന്നേരമാണെങ്കിൽ മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു, ആ ഫയൽ എന്ന് പറയുമ്പോൾ ഇതാണെന്ന് പറഞ്ഞ് ശാലിനിയെ കൊണ്ടുവന്ന ഫയൽ അനുപല്ലവി ഏൽപ്പിക്കുന്നുണ്ട്. അന്നേരം ചേച്ചി ഇവിടെയും ചോദിക്കുമ്പോൾ ആകെ ദേഷ്യത്തിലും വിഷമത്തിലും ഒക്കെയാണ് വന്ന് കയറിയത്. ഒരു മുഷിഞ്ഞ വേഷവും ഒരു തോർത്തും മാഡത്തിൻ്റെ ചെയറിൽ കയറിയിരുന്നു. അത് ജോൺ സാറിന് അത്ര പിടിച്ചതൊന്നുമില്ല, ചേച്ചിയോടും തട്ടി കയറി എന്ന് പറയുകയാണ്. ഞാൻ ഒരു വിധത്തിൽ ആശ്വസിപ്പിച്ച് ക്യാമ്പിൽ ഇരുത്തിയിട്ടുണ്ട് എന്ന് പറയുകയാണ്. അന്നേരം ശരിയെന്ന് പറഞ്ഞ് ശാലിനിയാണെങ്കിൽ അകത്തേക്ക് ചെല്ലുന്നുണ്ട്. അനുപല്ലവിയും പിന്നാലെ ചെല്ലുകയാണ്. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ ആ ക്യാമ്പിൽ ശാലിനിയെ കാണുന്നില്ല. അന്നേരം എവിടെയും ചോദിക്കുകയാണ്. അന്നേരം ഇവിടെ ഇരുത്തിയിട്ടാണ് ഞാനിപ്പോൾ ഫയലിന് എടുക്കാനായിട്ട് അങ്ങോട്ടത്തേക്ക് വന്നത് എന്ന് പറയുമ്പോൾ എന്നിട്ട് എവിടെയും ചോദിക്കുക, പുറത്തെങ്ങാനും പോയി നോക്കുക എന്ന് പറയുമ്പോൾ അനുപല്ലവി ആണെങ്കിൽ ആ വെളിയിലും അവിടെയൊക്കെ പോയി നോക്കുന്നുണ്ട്. എന്നിട്ട് 1-2 പേരോടൊക്കെ ചോദിക്കുന്നുണ്ട്, കളക്ടർ ചേച്ചിയെ കണ്ടോ? അന്നേരം ഇതൊക്കെ ഇല്ല എന്ന് പറയുമ്പോൾ തിരിച്ചു വന്ന് പറയുകയാണ്. അതിൻ്റെ ചേച്ചി വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്, കുഞ്ഞിനെ നഷ്ടമായതിനു ശേഷം എന്തും ചെയ്യുന്നുള്ളൊരു ഇതിലാണ്, ഇനിയിപ്പോൾ ഞാൻ എവിടെ പോയി അന്വേഷിക്കുന്നോ, ശ്രദ്ധിക്കാമായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിന് മുന്നേ അനുപല്ലവി പറയുന്നുണ്ട്, എൻ്റെ ഒരു ചേച്ചി ഇങ്ങനെ വന്നാൽ ഞാനിങ്ങനെ കെയർ ചെയ്തല്ലോ, അതുപോലെ കണ്ടല്ലേ എന്നുള്ളതും പറയുന്നുണ്ട്.
അന്നേരമാണെങ്കിൽ മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് കോൾ വന്നത് ആ സമയത്താണ്. അപ്പോൾ ഞാൻ എൻ്റെ പിന്നാലെ പോയി എന്ന് പറയുമ്പോൾ ഇനി എവിടെ പോയി അന്വേഷിക്കും, ഒന്നുകൂടി പുറത്തൊക്കെ നോക്ക് എന്ന് പറഞ്ഞിട്ട് അനുവല്ലി വീണ്ടും പറഞ്ഞു വിടുകയാണ്. തുടർന്ന് ശാലിനി ആകെ ടെൻഷനിലോടെ ഇരിക്കുകയാണ്. ഈ സമയം ശാരികയാണെങ്കിൽ നേരെ സത്യഭാമയുടെ വീട്ടിലേക്കാണ് വരുന്നത്. എന്നിട്ട് നടന്നിങ്ങനെ പതുക്കെ നടന്നിങ്ങനെ അകത്തേക്ക് പുറത്തേക്ക് കയറുമ്പോൾ ഭാമ ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം എങ്ങോട്ടായി തള്ളിക്കയറി പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ശാലിനി എവിടെയും ചോദിക്കുകയാണ്. അന്നേരം കളക്ടറെ കാണാനാണ്, അവൾ ഇവിടെയല്ല താമസം എന്ന് പറയുകയാണ്. അന്നേരം പിന്നെ എൻ്റെ മോൾ എവിടെയും ചോദിക്കുകയാണ്. അന്നേരം മോളെ എവിടെയല്ലല്ലോ, ആരും വളർത്താനായിട്ട് നോക്കാനായിട്ടും ആരും ഏറ്റില്ലല്ലോ എന്ന് പറയുകയാണ്. തുടർന്ന് ശാരികയാണെങ്കിൽ ഇങ്ങനെ അകത്തേക്കൊക്കെ നോക്കുന്നുണ്ട്. അന്നേരം എങ്ങോട്ടായി തള്ളിക്കയറി പോകുന്നത്, നിൻ്റെ കുഞ്ഞു ഇവിടെ ആരും ഇല്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം എൻ്റെ മോളെ ഇല്ലാതെ ഞാനിവിടെ നിന്ന് പോയില്ല എന്ന് പറയുകയാണ്. അന്നേരം വളർത്താൻ ഏൽപ്പിച്ചത് ശാലിനിയല്ലേ എന്ന് പറയുന്നുണ്ട്. എങ്കിലും അവളെ വിളിക്കുക, അവൾ എൻ്റെ കുഞ്ഞില്ലാതെ ഞാൻ പോകില്ല എന്നിങ്ങനെ പറഞ്ഞ് ഞാൻ ഇവിടെ സത്യാഗ്രഹം ഇരിക്കുമെന്നും പറഞ്ഞ് കുഞ്ഞിനെ ഇവിടെ നിന്ന് ആരും അറിയാതെ എന്തായാലും പോയില്ലല്ലോ എന്ന് പറഞ്ഞ് അവിടെ തറയിലേക്ക് അങ്ങോട്ട് ഇരിക്കുകയാണ്. അന്നേരം ഭാമ ആകപ്പാട് ദേഷ്യപ്പെടുന്നു. ഇതിപ്പോൾ അതിനേക്കാൾ അനിയത്തേക്കാൾ വലിയ മാരണമായല്ലോ, ഇതിപ്പോൾ ഇവിടെ വന്ന് അന്വേഷിച്ചാൽ ഞങ്ങൾ എന്താ പറയുക, ഇവിടെ നിൻ്റെ കുഞ്ഞിനെ ആരും പിടിച്ചൊന്നും നോക്കാമെന്ന് ഏൽപ്പിച്ചില്ലല്ലോ, നിൻ്റെ അനിയത്തിയല്ലേ ഏൽപ്പിച്ചത്, അപ്പോൾ അവളോടാണ് ചോദിക്കേണ്ടത്. അവളെ ഞാനിവിടെ നിന്ന് ഇറക്കി വിട്ടു, അവളെ ഈ മതിൽക്കെട്ടിനകത്ത് ഞാൻ കേട്ടില്ല, എൻ്റെ മകനെ അവൾ കൊന്നു, അതിനവൾ കൂട്ടുനിന്നു പൈസയ്ക്ക് വേണ്ടിയിട്ട്, നിൻ്റെ കുഞ്ഞിനെയും ചിലപ്പോൾ അവൾ വിറ്റ് കാശാക്കിയിട്ടുണ്ടാകും, അവളോട് പോയി ചോദിക്കുക, പിന്നെ അവൾക്ക് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് അവൾ നഷ്ടമാക്കിയത്, അവൾക്ക് ഇനിയും ജീവിതമുണ്ട്, അതിനുള്ള ആളെ അവൾ അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുണ്ട്, അതുകൊണ്ട് അവളുടെ ജീവിതം ഇനി ഇതിനകത്തില്ല, പടിക്ക് പുറത്താണ്, നിൻ്റെ കുഞ്ഞിനെയും ചിലപ്പോൾ വിറ്റ് കാശുണ്ടാകാതെ ഭർത്താവിനെ വിറ്റ് കാശാക്കിയവളല്ലേ, അപ്പോൾ അവളോട് പോയി ചോദിക്കുക, അല്ലെങ്കിൽ നീ കൊണ്ടുപോയി കേസ് കൊടുക്കുക, അല്ലാതെ ഇവിടെ ഇരുന്ന് കരഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല എന്നൊക്കെ ഇങ്ങനെ ഭാമ ആകെ ദേഷ്യത്തിൽ തന്നെയാണ്. ശാലിനിയോടുള്ള ദേഷ്യമാണ് അവിടെ ശാരികയോടും കാണിക്കുന്നത്. അതേസമയം പൊന്നിയും പിള്ളയും ഒക്കെ നോക്കി നിൽക്കുകയാണ്. പക്ഷേ പിള്ളയ്ക്ക് ഈ ശാരികയുടെ കരച്ചിൽ കാണുമ്പോൾ അകപ്പാടെ ഒരു കുറ്റബോധം എന്ന പോലെ തോന്നിയിട്ടുണ്ട്. വിറ്റ് കാശാക്കി കാണും, കൊണ്ടുപോയി കളഞ്ഞു കാണും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പിള്ളയ്ക്ക് വല്ലാതൊരു വിഷമം പോലെ പിള്ള ഇങ്ങനെ തലവൊഞ്ച് നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഈശ്വര, എൻ്റെ മോള് അവളില്ലാതെ എനിക്ക് വേറെ ജീവിതമില്ല, എനിക്ക് വേറെ ആരുമില്ല, എൻ്റെ മോളെ ഞാൻ എവിടെ പോയി കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞ് ശാരിക അവിടെ ഇരുന്നങ്ങ് പൊട്ടിക്കരയുകയാണ്. ഇത് പിള്ളയും ഭാമ പക്ഷേ ദേഷ്യത്തോടെ നോക്കി കാണുകയാണ്. അവിടെ ഭാമ പിന്നീട് അവിടെ കസേരയിൽ ഇരിക്കുന്നുണ്ട്, ശാരികയുടെ തറയിലങ്ങോട്ട് ഇരിക്കുമ്പോൾ. പക്ഷേ പിള്ളയും പൊന്നിയൊക്കെ സങ്കടത്തോടെ നോക്കി നിൽക്കുന്നുണ്ട്. ഈ സമയം അവിടെ കൃഷ്ണമൂർത്തിയുടെ വീട്ടിലെ കുഞ്ഞാണെങ്കിൽ ഇങ്ങനെ കട്ടിൽ കിടത്തിയിരിക്കുകയാണ്. കുഞ്ഞ് വല്ലാതെ കരയുന്നുണ്ട്. അന്നേരം കൃഷ്ണമൂർത്തിയാണെങ്കിൽ കുറേ ബലൂണൊക്കെ എടുത്ത് കുഞ്ഞിനെ കരച്ചിൽ മാറ്റാനുള്ള അടവാണ്. പക്ഷേ അത് കരഞ്ഞുകൊണ്ടേയിരിക്കുന്നേ ഉള്ളൂ. അങ്ങനെ അരുണയാണെങ്കിൽ ഓടി വരുന്നുണ്ട്, എന്തായി കാണിക്കുന്നത്. അന്നേരം കുഞ്ഞിനെ സന്തോഷിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇത് കണ്ട് കുഞ്ഞ് പേടിച്ച് പോത്തേ ഉള്ളൂ എന്ന് പറഞ്ഞ് അരുണ അങ്ങോട്ട് എടുക്കുകയാണ്. കരച്ചിൽ മാറ്റാൻ ചില വിദ്യകളൊക്കെ ഉണ്ട്, ദേ ഇങ്ങനെ അങ്ങോട്ട് ചേർത്ത് പിടിച്ചാൽ മതി, അമ്മ കൂടെയുണ്ട് എന്നുള്ളൊരു സുരക്ഷിതത്വമാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അന്നേരം ഇതൊന്നും എനിക്ക് അത്ര പോരാന്ന് പറയുമ്പോൾ എന്നിലൊരു അമ്മയുണ്ടെന്ന് മനസ്സിലായില്ലേ എന്നൊക്കെ പറഞ്ഞ് അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. അന്നേരം മൂർത്തി പറയുന്നുണ്ട്, ഈ കുട്ടി നമ്മുടെ ഭാഗ്യം തന്നെയാണ്, പിണങ്ങിപ്പോയി കുറേ ക്ലയൻസും ഒക്കെ തിരിച്ച് വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ എനിക്കതല്ല പേടി, ദുർഗേച്ചിയുടെ കാര്യത്തിലാണ്. ദുർഗേച്ചിക്ക് ഈ വീട്ടിലെ കുഞ്ഞിനെ വളർത്താനായിട്ട് സമ്മതിക്കില്ല എന്നൊക്കെ അല്ലേ പറയുന്നത്. അതേപോലെ കുറേ പത്രവാർത്തകൾ പിഞ്ചു കുഞ്ഞിൻ്റെയിലൊക്കെ വരുന്ന കണ്ടില്ലേ, അതുപോലെ ഒരു പത്രവാർത്ത നമ്മുടെ മോളുടെ പേരിൽ വരരുതെന്ന് പറയുമ്പോൾ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ കൂടി ടെൻഷൻ ആകല്ല, പിന്നെ എന്താ വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം നമ്മൾ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ അമ്മയുടെ അച്ഛൻ്റെ അടുത്തല്ലേ, കുഞ്ഞ് സുരക്ഷിതമല്ല, അതുകൊണ്ട് ഈ കുഞ്ഞിനെ കൂടി എൻ്റെ ഓഫീസിലേക്ക് കൊണ്ടുപോകാം, മൂർത്തിക്ക് വേണമെന്ന് തോന്നുമ്പോൾ അപ്പോൾ വന്ന് കാണുകയും ചെയ്യാമല്ലോ. അന്നേരം അത് ഐഡിയ കൊള്ളാം. അപ്പോൾ അരുണ വക്കീലിന് അരണയുടെ ബുദ്ധിയല്ല എന്ന് പറയുന്നത് ശരിയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കളിയാക്കുകയാണ്. തുടർന്ന് കുഞ്ഞിങ്ങനെ നോക്കുമ്പോൾ സന്തോഷത്തോടെ വീണ്ടും അതിനെ കളിപ്പിക്കുകയൊക്കെ ചെയ്യുകയാണ്. ഇതേസമയം സത്യയും പപ്പിയും കൂടി അവിടെ ശിവനെ കാത്തിരിക്കുകയാണ്. സത്യ പറയുന്നുണ്ട്, ശിവനങ്കിളിനെ ഇതുവരെ കാണാനില്ലല്ലോ എന്ന്, പറഞ്ഞ പോലെ ചെയ്യുന്ന ആളല്ലേ, ഇപ്പോൾ വരുമായിരിക്കും എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ശിവനാണെങ്കിൽ ഒരു ഓട്ടോയിൽ വരുന്നുണ്ട്. ശിവനിൽ ആകെ ഒരു വിഷമം എന്ന പോലെയാണ് സത്യഭാമ പറഞ്ഞതിലൊക്കെ ആയിട്ട് അങ്ങനെയാണ് വന്ന് കയറുന്നത്. അന്നേരം നിങ്ങൾ റെഡിയായിരിക്കുക, ഞങ്ങൾ താമസിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ ഒരുപാട് ലേറ്റായി എന്നിങ്ങനെ പപ്പി പറയുന്നുണ്ട്. അപ്പോഴേ ഞങ്ങൾ റെഡിയായിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. തുടർന്ന് റാണിയാണെങ്കിൽ ശിവന് ചായ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ശിവനത് കുടിക്കുകയും ചെയ്യുകയാണ്. അന്നേരം ആദ്യം എവിടേക്കാണ് പോകേണ്ടതെന്ന് ചോദിക്കുമ്പോൾ പിന്നെ മൊത്തത്തിലൊരു കറക്കമാവാന്ന് പറയുന്നുണ്ട്. അന്നേരം ശിവേട്ടൻ പോയപ്പോൾ മുതൽ ഒരുങ്ങിയിരിക്കുകയാണെന്ന് ഇങ്ങനെ റാണിയും പറയുന്നുണ്ട്. അന്നേരം ഐസ്ക്രീം പാർലറിൽ പോകണം, ബീച്ചിൽ പോകണം എന്നൊക്കെ ഇങ്ങനെ ഐസ്ക്രീം മേടിക്കണമെന്നൊക്കെ കുട്ടികൾ മാറി മാറി പറയുന്നുണ്ട്. അന്നേരം അങ്കിൾ എന്താ ജീപ്പ് കൊണ്ടുവരാതെ, അതായിരുന്നു ഒരു വൈബ് എന്ന് പറയുന്നുണ്ട്. അന്നേരം നമുക്ക് നമ്മുടെ ബൈക്കിൽ പോകാം, അതിനേക്കാൾ നല്ലത് അതാണെന്ന് പറയുമ്പോൾ ശരി പൊയ്ക്കളയെന്നും പറഞ്ഞ് ശിവൻ അങ്ങോട്ട് ആ ചായ ഗ്ലാസ് വെച്ചിട്ട് അങ്ങോട്ട് എഴുന്നേൽക്കുമ്പോൾ ശിവൻ്റെ ഫോണിലേക്ക് ചന്ദ്ര വിളിക്കുകയാണ്. അന്നേരം അതിന് മുന്നേ ശിവൻ ചോദിക്കുന്നുണ്ട്, ചന്ദ്രയും പ്രകാശനും എത്തിയില്ലേ എന്ന് റാണിയോട് തിരക്കുകയാണ്. അന്നേരം മധുരയിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെ കറങ്ങാൻ പറ്റില്ലല്ലോ, അപ്പോൾ ഷോപ്പിംഗ് ആയിരിക്കും എന്ന് റാണി പറയുന്നുണ്ട്. അന്നേരം ശിവൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഏട്ടാ ഞാനിപ്പോൾ റെസ്റ്റോറൻറ്റിലാണ് എന്നിങ്ങനെ ഒരു വെപ്രാളം പിടിച്ചുള്ള സംസാരം കേട്ട് ശിവനിങ്ങനെ ശ്രദ്ധിച്ച് ഫോൺ കേൾക്കുകയാണ്. ഇത്രയുമേ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ആണെങ്കിൽ അവിടെ നിന്ന് ചിലപ്പോൾ ചന്ദ്രയോട് പറയുമായിരിക്കും, ഈ ഓട്ടോ വിളിച്ചിങ്ങ് പോരാന്നുള്ളത്. ചന്ദ്ര ഇങ്ങ് പോരും. പിന്നെ എന്താണ് ഇവരെ അന്വേഷിച്ച് പോകുന്നതും ഒക്കെ, പ്രകാശിനെ അന്വേഷിച്ച് പോകുന്നതും ആ ഒരു വാർത്ത അറിയുന്നതും ഒക്കെ, അതൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, താങ്ക് യു.